ആരാധകർ ഏറെ ചങ്കിടിപ്പോടെ കാത്തിരിക്കുന്ന ഇന്ത്യ സിംബാബ്വെ മത്സരം വൈകുന്നേരമാണ് നടക്കുക. നമുക്കറിയാം, ഇന്ത്യക്ക് കണക്കിലെ കളികളിലാണ് ഇന്ത്യ പ്രതീക്ഷ പുലർത്തേണ്ടത്. കളിച്ച് ജയിച്ചാൽ മാത്രം പോരാ, മറ്റു ടീമുകളുടെ പ്രകടനം കൂടി ഇന്ത്യക്ക് നിർണായകമാണ്. അത് മാത്രമല്ല, അടുത്ത രണ്ടു മത്സരങ്ങളും കഠിനമായി തന്നെ ജയിക്കണം. ഒപ്പം ദക്ഷിണാഫ്രിക്കയോട് വെസ്റ്റ് ഇൻഡീസ് തോൽക്കാനുള്ള പ്രാർത്ഥനയും ആരാധകർക്കുണ്ട് എന്നുള്ളതാണ്. സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ നടുക്കുന്ന തോൽവിയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇപ്പോൾ സെമി ഫൈനൽ സാധ്യതകൾ തുലാസിലാണ് എന്ന കാര്യം സംശയമില്ല. കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമെന്ന അമിത ആത്മവിശ്വാസത്തിൽ നിന്ന് നിലംപൊത്തിയ ഇന്ത്യക്ക് ഇനി സെമിയിലെത്താൻ മറ്റു ടീമുകളുടെ സഹായം കൂടി വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ചില പ്രതീക്ഷകൾ മങ്ങിയതോടെ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ എന്നുള്ള ആരാധകരുടെ കാത്തിരിപ്പിനും അവസാനമായ പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇന്ന് നമുക്കറിയാം, ഈ സൂപ്പർ 8ലെ ഇപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നെറ്റ് റൺ റേറ്റ് വളരെ കുറവാണ്. റൺ റേറ്റ് അടക്കം നേടി വലിയ വിജയം സ്വന്തമാക്കിയാൽ മാത്രമാണ് ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാൻ കഴിയുക. സെമിയിൽ കടക്കാൻ കഴിയാതിരുന്നാൽ അത് ഇന്ത്യക്ക് വലിയ വേദനയായി മാറും. കാരണം അത്ര മികച്ച ടീമാണ്. നമുക്കറിയാം, ഈ ടീമിൻ്റെ ഘടനയൊക്കെ വലിയ തലവേദനയാണ് ഇപ്പോൾ മാനേജ്മെൻറ്റിന്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നമ്മോടൊപ്പം ഹരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇന്ത്യ ഇപ്പോൾ 3ാം സ്ഥാനത്തല്ലേ നിലവിൽ ഗ്രൂപ്പിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യ രണ്ട് ടീമുകൾക്ക് മാത്രമാണ് സെമി പ്രവേശം ലഭിക്കുക. എന്താണ് ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകൾ ഇതുവരെ? വളരെ കറക്റ്റായ ചോദ്യമാണ്. കറക്റ്റായ ചോദ്യം എന്ന് പറയാൻ കാരണം, ടേബിളിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുമ്പോൾ ആദ്യ സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസ് +5 നെറ്റ് റൺ റേറ്റ്, 2ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക +3 നെറ്റ് റൺ റേറ്റ്, 3ാം സ്ഥാനത്ത് ഇന്ത്യ -3 നെറ്റ് റൺ റേറ്റ്, സിംബാബ്വെ 4ാം സ്ഥാനത്ത് -5 നെറ്റ് റൺ റേറ്റ്. ഇന്ന് നടക്കാൻ പോകുന്ന രണ്ട് കളി 3 മണിക്ക് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് എന്ന കളി, ഇന്ത്യൻ ആരാധകർ എല്ലാവരും സൗത്ത് ആഫ്രിക്കൻ ആരാധകരായി മാറാൻ പോകുന്ന മത്സരമായിരിക്കും അത്. കാരണം എന്ത് വന്നാലും സൗത്ത് ആഫ്രിക്ക ജയിച്ചേ മതിയാകൂ എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ അത് എളുപ്പമല്ല. വെസ്റ്റ് ഇൻഡീസ് ഒരു പവർ ഹൗസ് ആണ്. അവിടെ ബാറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഗംഭീരമായ ബാറ്റർമാരാണ്. അത് ഇപ്പൊ ബ്രാൻഡൻ കിങ് ആയാലും തുടക്കത്തിൽ ഷായ് ഹോപ്പ് ഒരു പ്രതീക്ഷയും തരുന്നുമില്ല. എന്നാൽ മൂന്നാമത് സിമ്രോൺ ഹെറ്റ്മയർ ആവട്ടെ, റോമൻ പവൽ ആയിക്കോട്ടെ, റൂദർഫോർഡ് ആയിക്കോട്ടെ, ജേസൺ ഹോൾഡർ ആയിക്കോട്ടെ, പവർ ഹൗസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അത് സൗത്ത് ആഫ്രിക്കൻ ടീമിന് ബീറ്റ് ചെയ്യാൻ പറ്റുമോ, ഏഡൻ മാർക്രമിന്റെ ടീമിന് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഇനി അഥവാ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചാൽ ഇന്ത്യക്ക് ശക്തമായ രീതിയിൽ ഒരു വലിയ തിരിച്ചടിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും സൗത്ത് ആഫ്രിക്ക ആരാധകരായി മാറുക എന്നതാണ് ഒന്നുകൂടെ പറയാനുള്ളത്. രണ്ടാമത് ഇനി ഇന്ത്യ സിംബാബ്വെ കളിയിലേക്ക് വരും. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായ സുധാൻഷു കോട്ടക്ക് തന്നെ പറഞ്ഞൊരു കാര്യം, ടീമിൽ ചേഞ്ചസ് ഉണ്ടാകും. അതായത് ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് സൂപ്പർ 8ലെ ആദ്യത്തെ മത്സരം കഴിഞ്ഞിട്ട് പോലും ഇന്ത്യക്ക് ഒരു പെർഫെക്റ്റ് 11 കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ബാക്കിയുള്ള ടീമൊക്കെ തന്നെ അവരുടെ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ ശരിയാക്കി 11 പേരെ ഇറക്കി ആ കൃത്യമായ 11 ചാർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും മാറ്റങ്ങൾ വേണ്ടി വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു സാംസൺ ഇന്ന് കളിച്ചിരിക്കും എന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സഞ്ജു സാംസൺ ടീമിലുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ട് വീഴുന്ന ചോദ്യം, നിങ്ങൾ ഈ ഓപ്പണിംഗ് കോമ്പിനേഷന് മാറ്റുമോ, സഞ്ജുവിനെ നടുക്ക് കളിപ്പിക്കുമോ എന്നൊക്കെയാണ്. നിലവിലത്തെ സാഹചര്യ പ്രകാരം സഞ്ജു സാംസൺ ഓപ്പണിംഗ് ഇറങ്ങും. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗിന് ഇറങ്ങുന്നു. 3ാം സ്ഥാനത്തിരിക്കുന്ന തിലക് വർമ്മയുടെ പൊസിഷൻ മാറ്റാനുള്ള സാധ്യതകൾ ഏറുകയാണ്. 3ാം സ്ഥാനത്ത് ഇഷൻ കിഷൻ വരുന്നു. 4ാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് വരുന്നു. സൂര്യയുടെ പൊസിഷൻ മാറുന്നില്ല. 5ാം സ്ഥാനത്തേക്ക് വരെ തിലക് വർമ്മയെ തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട് സഞ്ജു സാംസൺ വരികയാണെങ്കിൽ, അപ്പോ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക്. അപ്പൊ സഞ്ജു ഓപ്പണിംഗിലേക്ക് വരുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ വാർത്തയും കൂടിയാണ്. പക്ഷേ ഈ ഓപ്പണിംഗ് പൊസിഷൻ ഇതുവരെ തിളങ്ങാത്തത്, ഒന്നുകിൽ അഭിഷേക് ശർമ്മ ഡക്കാവും, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇഷാൻ കിഷൻ ഡക്കാവും എന്ന് പറയുന്ന പോലെ ഈ ഓപ്പണിംഗ് അങ്ങോട്ട് തിളങ്ങുന്നില്ല. ആകെ തിളങ്ങിയ ഒരു മത്സരം നവീപിക്കെതിരെയാണ്. ആ ഓപ്പണിംഗ് ഉണ്ടായിരുന്നത് സഞ്ജുവാണ്. അപ്പൊ അതുകൊണ്ട് സൂപ്പർ 8ൽ ഇതുപോലൊരു നിർണായക മത്സരത്തിൽ സഞ്ജുവിനെ തിരികെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിൽ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നതും എടുത്തു പറയട്ടെ. ഇനി റിങ്കുവിന്റെ കാര്യം, റിങ്കുവിന്റെ അഭാവം, റിങ്കുവിന്റെ അച്ഛന് ലിവർ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ റിങ്കു ബെഞ്ചിൽ ഇപ്പൊ ക്യാമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇന്ത്യ ഒരു ഷഫിൾ എടുത്തേനെ, റിങ്കുവിനെ ബെഞ്ചിൽ എടുത്തിക്കൊണ്ട് സഞ്ജുവിനെ ചിലപ്പോൾ ഇറക്കിയേനെ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലും തിരികെ വരാൻ പോവുകയാണ് വാഷിംഗ്ടൺ സുന്ദറിന് പകരമായി. അങ്ങനെ ഇപ്പോഴും ഇന്ത്യ ഈ പെർഫെക്റ്റ് 11 കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നിൽക്കുകയാണ് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. ജയിക്കണമെങ്കിൽ ഒരു വലിയ റൺ റേറ്റിൽ തന്നെ ജയിക്കണം. സിംബാബ്വെ ഏകദേശം 100 റൺസ് മാർജിനിൽ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. അതിപ്പോ സൗത്ത് ആഫ്രിക്ക ജയിച്ചാലും തോറ്റാലും. കാരണം ഇന്ത്യക്ക് അവരുടെ നെറ്റ് റൺ റേറ്റ് പോളിഷ് ചെയ്തെടുക്കേണ്ടത് ഈ അത്യാവശ്യമാണ്.
രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ സൂപ്പർ 8 തുടർന്നുള്ള മത്സരങ്ങളിലും സെമി ഫൈനലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ ശക്തമായ അടിയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 76 റൺസിന്റെ പരാജയം. അത് ഇന്ത്യ മറക്കണമെങ്കിൽ ഇന്ത്യക്ക് ഗംഭീരമായി തന്നെ ഈ മത്സരം ജയിക്കണം. ഇപ്പൊ സിംബാബ്വെ എടുത്തു നോക്കുകയാണെങ്കിൽ ശക്തരായ ടീമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല. ഒരുപക്ഷെ ഓസ്ട്രേലിയയും ശ്രീലങ്കയും ഒക്കെ പരാജയപ്പെടുത്തിയ ടീമായിരിക്കും. പക്ഷെ അമിതമായ ആത്മവിശ്വാസമോ അറഗൻസോ ഒന്നുമല്ല. പക്ഷെ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് ജയിക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. പക്ഷെ സിംബാബ്വെയുടെ ടീമിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പ്ലേയിങ് 11 സെറ്റ് ആണ്. ഒരു പക്ഷെ 2-3 ചേഞ്ചസ് ഒക്കെ വരാം. ഇന്ത്യ ജയിക്കണമെങ്കിൽ ഹരി അതാണല്ലോ, ഇന്ത്യ ജയിക്കണമെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്താൽ വലിയ മാർജിനിൽ അവരെ തോൽപ്പിക്കേണ്ടി വരും. തിരിച്ച് രണ്ടാമതും അങ്ങനെ തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ജയിക്കുക എന്നത് മാത്രമല്ല, വമ്പൻ ജയം വേണം. ഈ +5.3 നെറ്റ് റൺ റേറ്റ് ഉള്ള വിൻഡീസിനെയും 3.8 നെറ്റ് റൺ റേറ്റ് ഉള്ള ദക്ഷിണാഫ്രിക്കയും മറികടക്കാൻ ഇന്ത്യ ബഹുദൂരം പിന്നിലാണ്. -3.8 ആണ് ഇന്ത്യയുടെ റൺ റേറ്റ്. കറക്റ്റായിട്ട് പറഞ്ഞു, കറക്റ്റ് കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇപ്പൊ ഇന്ത്യയാണ് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങുന്നതെങ്കിൽ 200 റൺസ് ഇന്ത്യ സ്കോർ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മൾ കണക്കാക്കിയാൽ സിംബാബ്വെയെ ഇന്ത്യ 100 റൺസിനുള്ളിൽ തളയ്ക്കണം. അതായത് ഇന്ത്യ ജയിക്കേണ്ടത് 100 റൺസിന് മുകളിലാണ്. ഇപ്പൊ ഇന്ത്യ 220 എടുത്താൽ സിംബാബ്വെ 120-നുള്ളിൽ തളയ്ക്കണം. അതും നിസ്സാരമല്ല. 100 റൺസിന് കൂടുതൽ ജയിക്കാൻ മാത്രം ശക്തരായ എതിരാളികളല്ല സിംബാബ്വെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മത്സരം ഇന്ത്യക്ക് ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇത്രയും മാർജിനൽ ജയിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണേണ്ടതാണ്. ഇനി സിംബാബ്വെ ആണ് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങുന്നത് വിചാരിച്ചോ. സിംബാബ്വെയുടെ 150 റൺസിന് ഇന്ത്യ തളച്ചാൽ അത് 11 ഓവറിൽ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്യണം. അതായത് 66 പന്തുകളുള്ളിൽ 150 റൺ ഇന്ത്യ ചേസ് ഡൗൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ നെറ്റ് റൺ റേറ്റ് മൈനസ് എന്നത് പ്ലസ് ആക്കാൻ പറ്റൂ. അപ്പോൾ ഇന്ത്യക്ക് മുന്നിലും ഒരു വലിയ ഹെർക്കുലിയൻ ടാസ്ക് നിൽക്കുകയാണ്. ഈ രണ്ട് സാധ്യതകൾ, ബാറ്റിംഗ് ആയാലും ബോളിംഗ്. ഇപ്പൊ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാൻ പോകുന്നത്. സ്ലോവർ സർഫസിലായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ടോസ് നേടുന്ന ടീം ചിലപ്പോൾ ബാറ്റിംഗ് എടുക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഒരു പക്ഷേ ഇന്ത്യക്ക് കുറച്ചുകൂടെ നെറ്റ് റൺ റേറ്റ് സെറ്റ് ആക്കണമെങ്കിൽ ടോസ് ജയിച്ചിട്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് നല്ല ടോട്ടലും പോസ്റ്റ് ചെയ്യുക. അത് തന്നെയായിരിക്കും ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സിംബാബ്വെയിലായിക്കോട്ടെ ശക്തനായ ബ്രയൻ ബെനറ്റ് ഒക്കെ ഇപ്പോഴും ഔട്ട് ആയിട്ടില്ല. അതായത് ആ ഓപ്പണറിനെ ഇതുവരെ ഔട്ടാക്കാൻ ഒരു ടീമിനും സാധിച്ചിട്ടില്ല ബ്രയൻ ബെനറ്റിനെ. അദ്ദേഹം അങ്ങനെ ഒരു സ്റ്റൈലിൽ ക്രീസിൽ അവിടെ നിൽക്കും. അതാണ് ബ്രയൻ ബെനറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. നേരെ മറിച്ച് ക്യാപ്റ്റനായ സിക്കന്ദർ റാസയൊക്കെ പന്തെറിയുമ്പോഴേക്കും നല്ല രീതിയിൽ റൺസ് ലീക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് മുതലാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സിംബാബ്വെ ടീമിനെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് താല്പര്യം ഇന്ത്യയെ കുറിച്ച് സംസാരിക്കാനായിരിക്കും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രധാനപ്പെട്ട സ്ക്വാഡ് ഒരു 11 പേര് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ആരൊക്കെ തിളങ്ങുമെന്നൊരു ചോദ്യമുണ്ട്. അഭിഷേക് ശർമ്മ 4 മത്സരത്തിൽ നിന്നും 15 റൺ മാത്രമാണ് സമ്പാദ്യം. അപ്പൊ അഭിഷേക് തിളങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. സഞ്ജു ആവട്ടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ T20 ലോകകപ്പിൽ ഒരു മത്സരത്തിൽ നിന്ന് 22 റൺ ആണ് സഞ്ജുവിന്റെ സമ്പാദ്യം. അപ്പൊ കൂട്ടത്തിൽ ആരാ കേമൻ എന്ന് ചോദിച്ചാൽ T20 ലോകകപ്പിൽ സഞ്ജു തന്നെയാണ്. പിന്നെ ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരത്തിൽ തിളങ്ങിയില്ല. അതിന് മുന്നത്തെ നെതർലൻഡ്സിന്റെ മത്സരത്തിൽ 7 പന്തിൽ നിന്നും 18 റൺസാണ് ഇഷാന്റെ സമ്പാദ്യം. അപ്പൊ ഇഷാനും തിളങ്ങേണ്ട സാഹചര്യമുണ്ട്. തിലക് വർമ്മ ആവട്ടെ ഒട്ടും ഫോം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും. അപ്പൊ ഈ ഒരു ടോപ്പ് ഓർഡർ തിളങ്ങേണ്ടത് വലിയ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ ഒരു പെടുകൂറ്റൻ ടോട്ടലൊക്കെ ഇന്ത്യക്ക് നേടാൻ കഴിയുള്ളൂ. ഇപ്പൊ സിംബാബ്വെക്കെതിരെ 107 റൺസിനാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ഇൻഡീസ് ജയിച്ചത്. ഇപ്പൊ 254 വെസ്റ്റ് ഇൻഡീസ് സ്കോർ ചെയ്തപ്പോൾ സിംബാബ്വെ 147-ന് ഒതുങ്ങി. അപ്പൊ സിംബാബ്വെ 100-ൽ കൂടുതൽ റൺസിനെ പരാജയപ്പെടുത്തിയ കളി സിംബാബ്വെയുടെ തൊട്ട് മുന്നത്തെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുണ്ട്. അതേ രീതിയിൽ തന്നെ ഇന്ത്യ കളിച്ചാൽ മാത്രമേ ഈ പറയുന്ന പോലെ നെറ്റ് റൺ റേറ്റ് ഇന്ത്യക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ടീം ഇന്ത്യയാണ്. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ തകർന്നടിയാം, എന്തും സംഭവിക്കാം. ഹരി, ഏതായാലും നന്ദി വിശകലനത്തിന്. ഹരി നേരത്തെ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ഇന്ന് സിംബാബ്വെക്കെതിരെ കളിക്കാനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ച് സിതാൻഷു കോട്ടക്ക് പറഞ്ഞത്. അതേസമയം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുകയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. സഞ്ജു സാംസൺ കളിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അത് നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഓപ്പണിംഗ് സ്ഥാനത്ത് അഭിഷേകും സഞ്ജുവും ബാറ്റ് ചെയ്യും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ഇടങ്കയ്യന്മാരും 3-ാം നമ്പറിൽ ഒരു ഇടങ്കയ്യൻ ബാറ്ററുമുണ്ട്. ഈ ഇടങ്കയ്യൻ ബാറ്റർമാരെ ശരിക്കും വലയ്ക്കുന്നതിൽ പല ടീമുകളും എതിർ ടീമിൽ ഓഫ് സ്പിന്നർ ഉണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ച് ഈ ബാറ്റർമാരെ വലയ്ക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയായാണ് ഇപ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻകൂട്ടി പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് ശരിയല്ല എങ്കിൽ പോലും അഭിഷേകിനൊപ്പം സഞ്ജു ബാറ്റ് ചെയ്യും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ഇഷാൻ കിഷാൻ ഒരു പക്ഷേ 1 ഡൗണായി ഇറങ്ങിയേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിർണായകമാണ് ഇന്ത്യക്ക്, ഒപ്പം സഞ്ജുവിനും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.